ആബിദ് നല്ല രസമുണ്ടായിരുന്നു. ക്രെഡിറ്റ് പകുതി സഞ്ജയ്ക്കും കൂടെ പോവും. അവിടെ സുന്ദരി പെണ്ണ് അവിടെ പോയി. ഇത് പെണ്ണായിട്ട് ജനിക്കേണ്ടതായിരുന്നു തോന്നുന്നു. ലാസ്റ്റ് മിനിറ്റിൽ ദൈവത്തിന് അബദ്ധം പറ്റിയതാന്ന് തോന്നുന്നു. മൂവ്മെന്റ്സ് ഒക്കെ ശരിക്കും വളരെ ഗ്രേസ്ഫുൾ ആയിട്ടൊരു പെൺകുട്ടി ചെയ്യുന്ന പോലെയായിരുന്നു സഞ്ജയ്. ഉഗ്രനായിരുന്നു കേട്ടോ സഞ്ജയ്. ആബിദ ഞാനൊന്നും എഴുതി വെച്ചിട്ടില്ല, ഞാൻ അത് കണ്ട് രസിച്ചങ്ങ് ഇരുന്നു പോയി. ആ കൂടെ പാടിയത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ കോറിയോഗ്രാഫി ശരിക്കും നല്ല രസം, എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആ പെണ്ണിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയേ, ഇങ്ങോട്ട് നിർത്തിയേ. കാലിനൊക്കെ എന്താ വരുത്തി വെച്ചിരിക്കുന്നത്? സ്റ്റോക്കിംഗ് സാർ. വെളുപ്പിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഇത് തന്നെയാണോ കളറ്? സ്റ്റോക്കിംഗ് സെറ്റ്. അതെന്താന്ന് മനസ്സിലായില്ല സാർ. മറ്റേ സോക്സ്. ഓ മനസ്സിലായി. അത് ശരി, മസിലുണ്ട് ചെറുതായിട്ട് കയ്യിൽ. ജിമ്മ് ചെയ്യാറുണ്ടല്ലേ? പണ്ട് പോയിരുന്നു. പഴയ ജിമ്മ. ശബ്ദം ഇങ്ങനെ തന്നെയാണോ? അതെ. മാറ്റിയെന്ന്? പഴയ ആളാ. അങ്ങനെ വേണം, അതാണ് കറക്റ്റ്. ഡാൻസ് ഒക്കെ ചെയ്തു അതിന് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവും. പക്ഷെ നിൽപ്പൊരാണിന്റെ ആയിപ്പോയി കേട്ടാ. ഇത് അങ്ങനെയേ തിക്കാൻ പാടുള്ളൂ. ഇത് ഡ്രസ്സ് അഴിക്കുന്നത് വരെ, മോൻ ഈ കോസ്റ്റ്യൂം ഒന്ന് മാറുന്നത് വരെ ശ്വാസം മുട്ടി ചത്തു സാർ. ശബ്ദം മാറ്റരുത്. ശ്വാസം മുട്ടി ചത്തു വന്നു. അങ്ങനെ പറയാൻ പാടുള്ളൂ കേട്ടോ. എങ്ങനെ? ഓക്കെ സാർ. അന്തേരി വെസ്റ്റില് സിഗ്നലില് കുറെ ടീംസ് ഉണ്ട് ഇങ്ങനെ. ബാക്ക് സൈഡ് നോക്കട്ടെ, ബാക്ക് സൈഡ്. ഇങ്ങനെ കൊണ്ട് ജയിച്ചു. അല്ല, ബാക്കിൽ വല്ലതും വെച്ച് കെട്ടിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണോ? ഡബിൾ മന്ദ ചുറ്റി വെച്ചേക്കാം. എന്താ കുത്തിക്കേറ്റ്? വളരെ നന്നായിട്ടുണ്ട് മോനെ. അല്ല, ഇത് അണിയറയിൽ പ്രവർത്തിച്ച കുറെ ആൾക്കാരവിടെ ഇരിപ്പുണ്ട്. ഓ, ബാക്കിൽ ചേച്ചി ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഗുഡ്. ഏതായാലും ഇതിപ്പോ പാട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ ആബിദ് രക്ഷപ്പെട്ടു. അപ്പൊ എന്റെ കുഴി ഞാൻ തന്നെ തോണ്ടിയാണ്. എന്റെ കുഴി ഞാൻ തന്നെ തോണ്ടിയാണ്. ശബ്ദം മാറ്റതെന്ന് പറഞ്ഞാൽ എന്തോ എന്റെ വഴി ഞാൻ തന്നെ തോണ്ടിയെന്ന്. അതാണ് പറഞ്ഞത്. ഇത് വേണ്ടാത്ത പണി എടുക്കേണ്ട ആവശ്യമുണ്ടോ മോള്? എന്താ മോളെ ഇത്? എന്തായാലും ആബിദ് രക്ഷപ്പെട്ടു. ഇവിടെ ചിത്രാജിക്കൊന്നും എഴുതാൻ പറ്റില്ല. ഞാൻ കുറച്ച് പോർഷൻസ് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് തോന്നിയതുപോലെ. ഒന്നുകൂടെ പഠിക്കണോ? ഒന്നുകൂടെ പഠിച്ചാൽ പിന്നെ വീണ്ടും വരും ഡാൻസ് ചെയ്യാൻ. എന്നാൽ പിന്നെ പഠിക്കണില്ല, രണ്ടാമത് കയറി വരും പിന്നെ. എന്തായാലും ഗംഭീരായിരുന്നു മോനെ, ഗംഭീര പെർഫോമൻസ്, വളരെ നന്നായിരുന്നു. ഈ നല്ല ആർട്ടിസ്റ്റുമാരാണ് നിങ്ങൾ, വെരി ഗുഡ് റിയൽ ആർട്ടിസ്റ്റ്. കാര്യം ആ സെൻസ്, മ്യൂസിക് സെൻസ്, താള സെൻസ്, ഹ്യൂമർ എല്ലാം ഒരു ആർട്ടിസ്റ്റിന് ആവശ്യമാണ്. എല്ലാം ശരിക്കും ഒരു കംപ്ലീഷൻ വേണമെങ്കിൽ എല്ലാം വേണം. നമ്മൾ അറിയണം, ഒരാളുടെ പെരുമാറുന്ന അറിയണം, ഒരു സ്ഥലത്ത് എങ്ങനെ നിൽക്കണം, അതെല്ലാം നിങ്ങൾക്ക് അത് ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന പോലെ ഒരാരും കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുമാരാണ് നിങ്ങൾ. പാട്ടല്ലെങ്കിൽ വേറൊരു വിധത്തിൽ എന്തായാലും നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും എല്ലാവരും എന്നും ഓർമ്മിക്കപ്പെടും. നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ ഗംഭീരമായിട്ട് വരും. ഗോഡ് ബ്ലസ് യു രണ്ടുപേർക്കും. ഓക്കെ. ഞാൻ പറയണേ, തൊലിക്കട്ടി കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് തൊലി എന്ന് പറയാൻ പറ്റില്ലല്ലേ. എന്തൊരു തൊലിക്കട്ടിയാണ്.
കാണ്ടാമൃഗം തോറ്റു. താങ്ക് യു സാർ. എന്താ ശബ്ദം മാറ്റെന്ന് പറഞ്ഞു? താങ്ക് യു സാർ. ആബിദിന്റെ സോങ് റൗണ്ട് ആയിരുന്നു അല്ലേ? പക്ഷെ സഞ്ജയ് സ്റ്റീൽ ചെയ്തു ഷോ. അതിൻ്റെ സിംഗിങ് എനിക്ക് വളരെ ക്യാച്ചി ആയിട്ട് തോന്നി. വളരെ രസമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും മൂവ്മെന്റ്സ് ഒക്കെ നടത്തിയത്. സാർ ലാസ്റ്റ് ടൈമിലാണ് അതൊക്കെ ചെയ്തത്. ആണോ? വെരി ഗുഡ്. എന്താ പേര്? സാവിത്രി. എന്താ പേര്? സഞ്ജയ്. സഞ്ജയ്. സഞ്ജന. സഞ്ജയ്, ഈ ഐഡിയ എപ്പോൾ തോന്നിയതാണിത്? അല്ല, ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കോസ്റ്റ്യൂംസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ഇപ്പൊ ഇത് ആരുടെ കോസ്റ്റ്യൂം? അതും കൂടി കേൾക്കട്ടെ. നേടാണെന്ന് തോന്നുന്നു. അല്ല, കുറെ 2-3 പേരുടെയൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റി ഇട്ട് വന്നപ്പോ ഇതാരുടെ ശിഖാണ്. ഓക്കെ. പൊന്നെ. സ്റ്റോക്കിങ്സ് ഒക്കെ വാങ്ങിച്ചാണോ പുതിയ? ഇത് നേഹയുടെ. കൊള്ളാം. അത് പെട്ടെന്ന് കിട്ടി. അപ്പൊ ആദ്യം വിചാരിച്ചാൽ ചെയ്യാന്ന്, പിന്നെ കൈ ഷേവ് ചെയ്യാൻ മറന്നുപോയാ? സാറേ ഇപ്പൊ ഇത്രയും ചെയ്തൊക്കെ ഇനി ഇവന് വേണ്ടി ഞാൻ ഷേവ് ചെയ്യണല്ലേ? ബട്ട് ഓൺ ദ ഹോൾ അബിദ്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കോമഡി ഫാക്ടർ നന്നായിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. വെരി ഗുഡ്. താങ്ക് യു സർ. വെരി ഗുഡ്. താങ്ക്സ്. ആ റൗണ്ടിന് നല്ലൊരു അർത്ഥം കൊണ്ടുവന്നു. വെരി ഗുഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ സോങ് മോൻ ഇത്രയും പെർഫോമൻസ് രീതിയിൽ ചെയ്തപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ എഴുതാനും വിട്ടുപോയി. ബട്ട് എന്നാലും 2-3 കാര്യങ്ങൾ നോട്ട് ചെയ്തത്. ഒന്ന്, ഇന്ന് കുറച്ചുകൂടി ഒരു റഫി സാബ് സ്റ്റൈലിലാണ് എനിക്ക് തോന്നിയത്. ആണോ? സാർ പാട്ടൊക്കെ ഒരുപാട് കേട്ട്. അപ്പോൾ അതിൻ്റെ വളരെ ഒരു ഉദുജിന്ന് മാറി കുറച്ച് റഫി സാബ് എന്നുള്ള ഒരു ടോണിലേക്ക് വന്നിട്ടുണ്ട് ചിലയിടത്തൊക്കെ. ഇറ്റ്സ് ആക്ച്വലി കോംപ്ലിമെൻറ്റ്. താങ്ക് യു സർ. ഐ ക്വൈറ്റ് ലൈക്ഡ് ഇറ്റ്. ബട്ട് ചിലയിടത്തൊക്കെ പിച്ചിങ് അത് ആ ഒരു മൂവ്മെൻറ്റ്സിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഓൺ ദ ഹോൾ വെരി ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സർ. താങ്ക് യു സർ. ആബിദ്. യെസ്. സഞ്ജന അടിപൊളിയായിരുന്നു. താങ്ക് യു. അയ്യോ സൂപ്പറായിരുന്നു. ചിരിച്ച് എനിക്ക് വയറ് വേദന എടുക്കുക. അപ്പോൾ എനിക്കൊന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. പക്ഷെ ഒരു കാര്യം മനസ്സിലായി കേട്ടോ, ഹൃത്തിക് റോഷൻ കരിയോയിൽ വീണ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ഇത് ചെയ്ത് ശീലമുണ്ടോ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് സ്കിറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതെയോ? സ്ഥിരം പെൺവേഷം കിട്ടി. ശരി. അവിടെ ഐഡിയ ആയിരുന്നോ? ഞാൻ പ്ലാൻ ചെയ്ത്. അതെയോ? അതെ. ഇതാകുമ്പോൾ 5 പൈസ ചെലവില്ലല്ലോ. പക്ഷെ ഇത് ഒരു കാര്യം സമ്മതിച്ചു തരണം കേട്ടോ, ആബിദിന്റെ പെർഫോമൻസ് നന്നാക്കാൻ വേണ്ടി ചില്ലറ കഷ്ടപ്പാടൊന്നല്ല. ഇവിടെ ഈ പരിസരം മുഴുവനും കിടന്ന് ഓടി വേർത്ത് വയ്യാണ്ടായി പാവം. ഇത് ചെലവ് ചെയ്തേ പറ്റൂട്ടോ. തീർച്ചയായും. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ പാട്ടിനെ കുറിച്ച് എന്ത് തോന്നുന്നു പാടി കഴിഞ്ഞിട്ട്? കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ ഫെൽറ്റ് യു സാങ് വെൽ ട്ടോ. പറഞ്ഞ മാതിരി ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചത് ഈ സുന്ദരിയായിരുന്നു. പക്ഷെ എന്നാലും പാട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അധികം സ്ക്രാബ് ചെയ്ത് കയറി വന്നില്ല തോന്നുന്നു അല്ലേ? കുറവായിരുന്നു. യെസ്. ഓക്കെ. എന്തായാലും നമുക്ക് മാർക്സ് അറിയാം. ചേച്ചി, ഔട്ട് ഓഫ് 30? 26. 26 out of 30. Ramesh sir? 26 again. And Georgetta? 25. 25. And for comic factor, out of 10? 8. 8 out of 10. Wow. So Abid, comedy round, you've scored 85 marks. Thank you. Hi viewers. ഇനിയിപ്പോൾ കോമഡി റൗണ്ടായിട്ട് കഴിഞ്ഞത് ഞാൻ കോർപ്പറേറ്റിലെ മാർക്സ് കിട്ടി. അപ്പോൾ എന്തായാലും ഇനി അടുത്ത റൗണ്ടിൽ പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ആവശ്യമാണ്. സോ ഡു വോട്ട് ഫോർ മീ. എനിക്കൊരു വോട്ട് ചെയ്യുന്ന ഫോർമാറ്റ് 2CR space